ജാനകി വേഴ്സസ് സെൻസർ ബോർഡ് തർക്കത്തിൽ ഒടുവിൽ സമവായമാണ്. പേരിനൊപ്പം വി ചേർത്ത് സമവായം. പേരിനൊപ്പം വി ചേർത്ത് സമവായം. അങ്ങനെ സുരേഷ് ഗോപി നായകനാകുന്ന ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമയുടെ ടൈറ്റിൽ മാറുകയാണ്. ഇനി ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നറിയപ്പെടും. ജാനകി എന്ന സിനിമയിലെ കഥാപാത്രത്തിന്റെ ഇനീഷ്യലായ ജാനകി വിദ്യാധരൻ എന്നതുകൂടി ചേർത്താണ് സെൻസർ ബോർഡ് ഉന്നയിച്ച മതവികാര പ്രശ്നം ഇപ്പോൾ പരിഹരിക്കുന്നത്. ഞാൻ ആകെ കൺഫ്യൂഷൻ. ജാനകി എന്ന് മാത്രം പറയുമ്പോൾ അത് ഹൈന്ദവ പുരാണത്തിലെ സീതാദേവിയുടെ കഥാപാത്രത്തെ ഓർമ്മിപ്പിക്കും. സിനിമയിൽ ലൈംഗികാതിക്രമം നേരിട്ട് നീതി തേടുന്ന കഥാപാത്രവുമായുള്ള റെഫറൻസ് സീതാദേവിയുടെ പവിത്രതയും അന്തസ്സിനെയും ഹനിക്കും എന്നതടക്കം പലവിധ വാദങ്ങളാണ് സെൻസർ ബോർഡ് നിരത്തിയത് കോടതി മുമ്പാകെ. ഇതിനൊക്കെ മാസക്കൂലികൾ തന്നെ. സിനിമയുടെ ഭാവിയെ ബാധിക്കും എന്ന ഘട്ടത്തിലാണ് ഇന്ന് ഈ സമവായ ഫോർമുല വന്നത്. 96 കട്ട് എന്നുള്ളത് 2 കട്ടാക്കി കുറയ്ക്കാനും സെൻസർ ബോർഡ് വഴങ്ങിയിട്ടുണ്ട്. എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ ടൈറ്റിലെ മാറ്റത്തിന് ഇതേ തുടർന്ന് അണിയറക്കാരും തയ്യാറാകുന്നതാണ് കണ്ടത്. നിങ്ങൾ കാര്യമറിയാതെ എന്നെ തെറ്റിദ്ധരിച്ചില്ലേ? ഒരു തെറ്റിദ്ധാരണയുമില്ല. കണ്ടപ്പോൾ മുതൽ നമ്മൾ തമ്മിൽ നല്ല ധാരണയാണ്. ഈ മുസ്താലങ്ങനെ കേട്ടി തന്നാലുണ്ടല്ലോ, അടുത്ത ഗുരുവായൂർ ഏകാദശിക്ക് പിന്നെ ഞാൻ ഈ കാലെടുക്കുള്ളൂ. അപ്പം മതിയുടെ എനിക്ക് ഈ കാല്. ഇപ്പോൾ എങ്ങനെയെങ്കിലും റിലീസ് ചെയ്യാൻ വേണ്ടി ഒരു വിട്ടുവീഴ്ച നടത്തിയതാണ് എന്നാണ് അണിയറക്കാർ ഇതിനോട് പ്രതികരിക്കുന്നത്. അയ്യോ, എന്നാ നേരത്തെ പറയണ്ടേ? നേരത്തെ പറയാൻ സമ്മതിക്കണ്ടേ? എന്നാ ഇപ്പൊ പറഞ്ഞോളൂ. പറയാൻ എനിക്ക് ഒഴിവില്ല. ഒഴിവില്ലെങ്കിൽ വേണ്ട. ജാനകി വി എന്ന് പേര് മാറ്റിയിട്ടാണെങ്കിൽ അങ്ങനെ ഇതൊരു സെറ്റിൽമെന്റിലേക്ക് പോകാമെന്ന് അവർ തീരുമാനിച്ചത് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. എന്തായാലും ഇപ്പോഴത്തെ നിലയിൽ അവർക്ക് വലിയ പരിക്കുകളില്ലാതെ തങ്ങളുടെ സിനിമ രക്ഷിക്കാൻ കഴിയുമെന്നുള്ളതാണ് അവർ പ്രതീക്ഷിക്കുന്നത്. എല്ലാം ഒരു നിമിത്തമാണെന്ന് ഞാൻ പറയൂ, അല്ലെങ്കിൽ ഞാനിവിടെ വരാനും പരസ്പരം കണ്ടുമുട്ടാനും ഇടവരില്ലായിരുന്നു. ഒന്ന്, ഈ കോർട്ട് സീനിലെ ജാനകി എന്നുള്ള പേര് 2 തവണ മ്യൂട്ട് ചെയ്യണം. ഭയങ്കരം തന്നെ. സീനുകൾ ഒന്നും കട്ട് ചെയ്യേണ്ടതില്ല. മാത്രമല്ല ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന പേര് ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന പൂർണ്ണമായ പേര് നൽകുകയുമാണ്. എന്തെന്ത് മോഹങ്ങളായിരുന്നു, എല്ലാം പാഴായി പോയല്ലോ ദൈവമേ. പക്ഷെ അപ്പോഴും പൊതുസമൂഹത്തിന് മുമ്പിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. കലാകാരന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്മേൽ സെൻസർ ബോർഡ് കത്തിവെക്കുന്നത് എന്തിനാണെന്ന്. ഇങ്ങനെ പെട്ടെന്ന് ചോദിച്ചാ ഞാൻ വീട്ടിൽ അമ്മയോട് ചോദിച്ചിട്ട് പറയാം. പ്രത്യേകിച്ചും ഇന്നത്തെ സത്യവാങ്മൂലത്തിലടക്കം സെൻസർ ബോർഡ് പറഞ്ഞിരുന്നത് രാമായണത്തിലെ സീതയുടെ പര്യായമാണ് ജാനകി എന്നുള്ള പേര്, അതുകൊണ്ട് തന്നെ ആ പേര് ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അവർ എടുത്ത നിലപാട്. മാത്രവുമല്ല, ഈ സിനിമയിലെ കേന്ദ്ര കഥാപാത്രമായ ജാനകിയെ അതിന്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ സഹായിക്കാൻ എത്തുന്നത് മറ്റൊരു മതവിഭാഗത്തിൽപ്പെട്ട ഒരു കഥാപാത്രമാണ്. പക്ഷേ നിങ്ങളിപ്പോ ഈ കാണിക്കുന്നത് മുഴുവൻ ശുദ്ധ പോക്കർത്തരാട്ടോ. അത് പിന്നെ എപ്പോഴത്തെ പോലെ ഞാനൊരു തമാശ ഉദ്ദേശിച്ചു. എന്തായാലും കോടതി അടക്കം ഇന്ന് ഇതിന്റെ മെറിറ്റിലെ ഈ സത്യവാങ്മൂലത്തിന്റെ മെറിറ്റിലേക്ക് അടക്കം കടന്നില്ലെങ്കിലും എന്തിനാണ് ഈ പേരിലേക്ക് അടക്കം ഇത്തരത്തിൽ കത്രിക വയ്ക്കാൻ സെൻസർ ബോർഡ് മുതിരുന്നത് എന്നുള്ള ചോദ്യമായാണ് ഉയർത്തിയത്. നീ എന്നോടാ രാവിലെ പരസ്പരമൊന്നും ഇല്ലാത്ത ഓരോ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നത്?